ഹലോ ഡിയേഴ്സ്, ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ്. വേറെ ഒന്നല്ല, നമ്മുടെ മൂത്ത ഇടത്തി അഞ്ചിലെ ഇടത്തിയുടെ ആങ്ങളെയും അതുപോലെ വൈഫിനും വിരുന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലാണെങ്കിൽ നല്ല തിരക്ക്. ഞാനും മമ്മിയും മേടത്തെയും ഒക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് തമ്പുരുക്കുട്ടിക്ക് എന്നുമില്ലാത്ത കുറുമ്പ്. അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് ഉറങ്ങണ കുട്ടിക്ക് ഉറക്കമില്ല. അല്ലേ 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 അതെ, അവളെന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് ജിതിയേട്ടുണ്ട്, അതുപോലെ ഏട്ടനുണ്ട്, കുട്ടികളെ നോക്കാൻ ആൾക്കാരുണ്ട്. ഞാന് തമ്പുരുമോള് വാശി പിടിച്ചപ്പോ അവൾ ഉറക്കാൻ വേണ്ടി റൂമിലേക്ക് കൂടുന്നതാണ്. പക്ഷെ ഉറങ്ങുന്നില്ല, കുറുമ്പി ഉറങ്ങുന്നില്ല കേട്ടോ. പിന്നെ കൂറ വേഷാണ്. രാവിലെ നേരത്തെ ഇടിച്ച് കുളിച്ചതാണ് കേട്ടോ. പക്ഷെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അവര് വരുമ്പോഴേക്കും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാം. അല്ലേ അല്ലേ അങ്ങനെ ചിക്കനൊക്കെ കഴുകി ഇതാ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഉണക്കലും വറുത്തിട്ടുണ്ട്. ഉണക്കൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെച്ചത് പുറത്തത്തെ അടുപ്പിലാണ്. പിന്നെ ഇത് വറക്കാനായിട്ടുള്ള ചിക്കൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അടുക്കളയുടെ കോലം കാണാതിരിക്കുകയാണ് നല്ലത്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ. ചിക്കൻ ചില്ലി പോലെ വെക്കാനാണ് കേട്ടോ പ്ലാനിങ് എൻ്റെ അടുത്തേയും. അപ്പോൾ ഇതാ ക്യാപ്സിക്കം വാങ്ങിക്കാൻ വേണ്ടി ജിതേട്ടൻ ക്യാപ്സിക്കം വാങ്ങിയിട്ടുണ്ട്. ഗ്രീൻ കളർ കിട്ടിയില്ല. അച്ചാർ പിന്നെ പുറത്തുനിന്നാണ് വാങ്ങിയത്. ഗ്ലാസ് വെക്കുന്ന ഈ ഒരു സംഭവം കഴുകി തേച്ചൊരിച്ച് വൃത്തിയാക്കിയപ്പോൾ നല്ല അടിപൊളി പുതിയത് വാങ്ങിയത് പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇടത്തി ഇതാ വെളുത്തുള്ളി നന്നാക്കി വെക്കുന്നുണ്ട്. വെളുത്തുള്ളി തൊലി കളയാൻ എളുപ്പത്തിന് ഞങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തപ്പോൾ അത് തൊലി കളയാൻ പെട്ടെന്ന് എളുപ്പമായി കേട്ടോ. ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും കണ്ടൊരു എളുപ്പ വഴിയാണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ ഇത് പാറും തമ്പുരും നല്ല കളിയിലാണ്. പിന്നെ ജിതിയേട്ടൻ നോക്കുന്നുണ്ട് അവരെ കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഇതാ തിളതിളക്കുന്നുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടിയും കൂടെ ഉണ്ട് ചിക്കൻ കറിയുടെ മുകളിൽ. വറക്കാനുള്ള ചിക്കൻ ചില്ലി ഇതാ തേച്ച് പുരട്ടി അടത്തി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അത് വെച്ചതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മളിതാ ചിക്കൻ കറി ഒന്ന് ഡെക്കറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏടത്തി ഇതാ മല്ലിയില പുതിനയിലൊക്കെ ഇങ്ങനെ വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ട്. അതങ്ങ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം മറന്നത്, മസാല പൊടിച്ച് വെച്ചത് ഇടാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് മുകളിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലും പുതിനയിലും അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി. അങ്ങനെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോഴേക്കും പാറും തമ്പുരുമോളും നല്ല ഉറക്കായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചില്ലിയുടെ പരിപാടിക്ക് കിടന്നു കേട്ടോ. ക്യാപ്സിക്കും സവാളയൊക്കെ വഴറ്റി പിന്നെ ചിക്കൻ അതിൽ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് ഞങ്ങൾ ചുണ്ടിയായിട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാച്ച് 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 മാച്ച്. അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ഞാനും തമ്പുരുമോളും പോയി ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് നിൽക്കുക കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോകും. അപ്പോൾ എല്ലാവരും ഇന്ന് ചായ കുടിക്കുകയാണ്. അമ്മയുണ്ട്, പാറുണ്ട്, ഏടത്തിയുണ്ട്, ഏട്ടനുണ്ട്. അപ്പോൾ അതിനിടയിൽ തമാശയും വർത്താനവും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി. പിന്നെ അത് മേശ നല്ല സെറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പാത്രത്തിലും വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അവരെത്തി. ധ്യാനിട്ട് ആദ്യമേ ഓടി വന്ന് അകത്തോട്ട് കയറിയിട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ കാത്തിരുന്നിട്ട് അവരങ്ങ് എത്തിയിട്ടോ. അവരാദ്യം ഗുരുവായൂർ അമ്പലത്തിലോട്ടാണ് പോയത്. കുറച്ച് ലോങ്ങാണ് എടുത്തിട്ട് വീട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ അവർ അമ്പലത്തിലൊക്കെ കയറി ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഓടിക്കുക. അപ്പോൾ ഇതാണ് ഇടത്തിയുടെ ആങ്ങള, ഇപ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ ചേട്ടൻ. പിന്നെ അതാണ് ആങ്ങളുടെ വൈഫ്. പിന്നെ ഇടത്തി ഏട്ടനും. അപ്പോൾ ഇടത്തി എന്തൊക്കെയോ പൊതിക്കെട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അവർ അമ്പലത്തിൽ പോയിട്ട് മേടിച്ച പാൽപ്പായസമായിട്ടാണ് വരുന്നത്. പിന്നെ കുട്ടീനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വരവാണല്ലോ. പിന്നെ ഇടത്തി വേഗം പൊതിയെല്ലാം തുറന്നു. പിന്നെ മനസ്സിലായി അത് തമ്പുരുമോൾക്കും പാറുവിനുള്ള ഡ്രസ്സാണ്. അപ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ കൊടുത്തു, ഇട്ട് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവർ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു, വർത്താനത്തിലായി. പിന്നെ വർത്താനവും കളി ചിരിയായിട്ട് അങ്ങ് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ.